സ്വർഗത്തിൽ പോകാനുള്ള മിനിമം പരിപാടിയുടെ അന്വേഷണത്തിലല്ല നമ്മൾ. കേൾക്കണേ, മണവാളനെ പ്രസാദിപ്പിക്കാൻ സ്വർഗം പോലും യേശുവിന്റെ അത്രയും ആകർഷകം അല്ല. ഞാൻ ഉദാഹരണം പറയാം. എൻ്റെ തിയറിയൊക്കെ പറഞ്ഞ് തന്നെ പോയാൽ ഒത്തിരി നേരം എടുക്കും. ഒരു ഉദാഹരണം പറയാം. എനിക്കറിയാവുന്നൊരിതാണ്. എനിക്ക് വേണ്ടി ഈ സന്ദർഭത്തിന് വേണ്ടി ഒരു ഇച്ചിരി എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സംഭവമാണ്, ആളുകളൊക്കെ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. പക്ഷെ ഞാൻ സന്ദർഭത്തിന് വേണ്ടി മാത്രം ഇച്ചിരി മാറ്റങ്ങളൊക്കെ അതിന് വരുത്തിയിട്ടുണ്ട്. ഒരു NRI അച്ചായനാണ്. അച്ചായന് പിന്നെ 3 മക്കളാണ്. നല്ല സാമ്പത്തിക ശേഷിയുണ്ട്. 2 പെൺമക്കളും 1 മോനുമാണ്. ഈ പെൺപിള്ളേർ 2 മിടുക്കര് പിള്ളേരാ, ഭയങ്കര മിടുക്കര്. ഈ മോനൊരു മന്ദബുദ്ധിയാണ്. പെൺപിള്ളേർ 2 പേരെയും കല്യാണം കഴിപ്പിച്ചു വിട്ടു. ഈ കുഞ്ഞ് വളരെ തീരെ വളരെ ബലഹീന, ശരീരമൊക്കെ ഉണ്ട്, ഒരു തിരിച്ചറിവില്ലാത്ത. ഒരു ദിവസം ഞങ്ങളൊരു ശവമടക്ക് കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങി വരിക. അപ്പൊ ഈ അങ്കിളും ഒക്കെ ഉണ്ട്. ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഞങ്ങളങ്ങ് ഒത്തിരി ഡൗൺ കാസ്റ്റ് ആൻഡ് ഡിപ്രസ്ഡ് ആയിട്ട് തോന്നി. അങ്കിൾ എന്ത് പറ്റി, സുഖമില്ലേ? ഓ, കുഴപ്പമൊന്നുമില്ല. അല്ല, എന്താ യു ലുക്ക് സോ ഡിപ്രസ്ഡ് ഡൗൺ കാസ്റ്റ് അൺയൂഷ്വലി. ഓരോ താഴെ കുറച്ചുകൂടെ താഴെ വന്നപ്പോൾ നിങ്ങളൊരു നിമിഷം നിൽക്കുക പറഞ്ഞു. ഓരോ ശവമടക്ക് കഴിയുമ്പോഴും ഞാൻ എൻ്റെ ശവമടക്കിൻ്റെ കാര്യം ഓർക്കും. മരണഭീതി ഉണ്ടെന്നുള്ളതല്ല, മരിക്കാൻ പേടിയായതല്ല, കുഞ്ഞിൻ്റെ കാര്യം ഓർക്കുമ്പോൾ വിഷമമുണ്ട്. ഞങ്ങൾ വിചാരിച്ചു പിള്ളേർ അവൻ്റെ കാര്യം നോക്കിക്കോളൂന്നേ. പക്ഷെ ഇപ്പം കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ പിന്നെ അവരവരുടെ കാര്യം. ഇപ്പം വല്ലപ്പോഴും ഒന്ന് വീട്ടിലോട്ട് കയറി വന്നാൽ ഞങ്ങളോട് ഏതാണ്ട് ഔദാര്യം ചെയ്യുന്ന പോലെ വരുന്നത്. അവരുടെ ഭർത്താക്കന്മാരെക്കാൾ കൂടുതൽ തിരക്ക് അവർക്കാ പോകാൻ. അവരാരും കുഞ്ഞിൻ്റെ കാര്യം നോക്കുന്നു വിചാരിക്കുന്നില്ല. ഏതായാലും ഞങ്ങൾ ബുദ്ധിപൂർവ്വം ചില കാര്യം ചെയ്തിട്ടുണ്ട്. നല്ല വരുമാനം കിട്ടാനുള്ള സൗകര്യങ്ങളൊക്കെ ഞങ്ങൾ അവന് വേണ്ടി ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളിപ്പം പ്രാർത്ഥനയോട് ഒരു കാര്യം ആഗ്രഹിക്കുക. എവിടെയെങ്കിലും ആരോഗ്യമുള്ളൊരു പെൺകൊച്ചു വരികയാണെങ്കിൽ അവനെ ഞങ്ങൾ വിവാഹം കഴിപ്പിച്ചാൽ കാര്യങ്ങളൊക്കെ അവള് നോക്കി നടത്തിക്കൊള്ളുമല്ലോ. 2 വീടുണ്ട്, ബാങ്കിൽ ഡിപ്പോസിറ്റ് ഉണ്ട്, മാസം ഒരു 10-20,000 രൂപ വാടക, കടയുടെയൊക്കെ വാടക കിട്ടാനുണ്ട്. അവൾ ഭാഗ്യവതിയാവാൻ അവൾ അനുഭവിച്ചുകൊണ്ടാൽ മതി. അങ്ങനെ ഒരു കൊച്ച് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ശരി അങ്കിൾ, ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഞാനൊരു സംഭവം കേട്ടു, ഒരു വിവരം കേട്ടു. ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടി, അവള് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ 8ാം ക്ലാസ് 9ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പം അവരുടെ വീട്, അവരുടെ പറമ്പ് മുക്കാലും ഈ NH വീട് കൂട്ടാൻ അങ്ങ് എടുത്തുപോയി. ജസ്റ്റ് ഒരു 3/4 സെന്റ് ആ ജംഗ്ഷനടുത്ത് അവർക്ക് കിട്ടി. അപ്പന് ഇതിനിടയിൽ അസുഖം പിടിച്ചു, ഹോസ്പിറ്റലായിരുന്നു. ഇതിന് പെണ്ണും കിട്ടിയ കാശും എന്ന് വേണ്ട ഒത്തിരി കടവുമായി അപ്പൻ്റെ ചികിത്സയ്ക്ക്. ആ ചികിത്സയുടെ ഒടുവിൽ അപ്പനും മരിച്ചു. വലിയൊരു ഭീമമായ കടവും. ഈ മോടെ പഠിത്തവും പോയി. അമ്മയും അർത്ഥപ്പട്ടിണിയല്ല മുഴുപട്ടിണിയായി ശേഷിച്ചു. ആ പെൺകുട്ടി ഒരു വളരെ കഷ്ടകരമായ അവസ്ഥ. ആ പെൺകുട്ടിക്ക് വേണ്ടി ഈ ചെറുക്കനെ ചിലർ നിർദ്ദേശിച്ചു. അവർ തമ്മിലൊന്ന് കാണാനായി ഫെയ്ത്ത് തമ്മിൽ ഒരു ചെറിയ ഏർപ്പാടുണ്ടാക്കി. ഇത് തമ്മിൽ വന്ന് കണ്ടു. നമ്മൾ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ശരി, എന്നാൽ ഇനി നമുക്ക് അടുത്ത ചുവടുകളെ കുറിച്ച് അങ്ങ് ചിന്തിക്കാമെന്ന് പറഞ്ഞ ആളുകളൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. നമ്മൾ ഇനി അങ്ങനെ വാക്കിയത്. ഈ പെൺകുട്ടി അകത്തേക്ക് ഓടി പാസ്റ്ററുടെ വീട്ടിലേക്ക് ഓടി ചെന്നിട്ട് അവിടെ കമിഴ്ന്ന് വീണ് വാവിട്ട് കരയാൻ തുടങ്ങി. ഭയങ്കര കരച്ചിൽ. കരയുമ്പോൾ പാസ്റ്ററുടെ ഭാര്യ വന്നു. എന്തോടി കൊച്ചേ, നിന്നെപ്പോലെ മണ്ടിയുണ്ടോ? എടി, ഈ ജീവിതത്തിന്റെ കഷ്ടതയിൽ നിന്ന് ദൈവം തന്ന വിടുതൽ. എടി, 1 കോടി രൂപയുടെ സ്വത്ത് കുറഞ്ഞത് അവിടെ ഉണ്ട്. 10-22,000 രൂപ പ്രതിമാസം വാടക കിട്ടാനുണ്ട്. എടി, നിന്നെപ്പോലെ ഭാഗ്യവതി ഉണ്ടോടി, ഇനി അനുഭവിച്ചാ മതി. അവനിച്ചിരി അങ്ങനെയൊക്കെ ആയത് ഇച്ചിരി കഴിയുമ്പോൾ ഒക്കെ മാറും. അല്ലെ, അവന് സാരമില്ലെന്നേ, സാരമില്ല, നിനക്കിതെല്ലാം നിന്റെ അവകാശമായിട്ട്. നാളെ കല്യാണം നടത്താൻ പോവല്ല. എടി, നിങ്ങളെ ഒരു വാടക വീട്ടിലോട്ട് മാറ്റി താമസിപ്പിക്കും, നിന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വിടുക, ഒരു കാറ് വല്ലതും മേടിച്ചത്, ഇതെല്ലാം കഴിഞ്ഞ് സാവകാശമായിട്ട് മതി. നീ ഒരു വക മണ്ടിയെ പോലെ. ഇതുപോലൊരു ഭാഗ്യം ഇത് ദൈവം കൊണ്ടു തന്നതല്ലേ. ഇവളെ അങ്ങ് പ്രലോഭിപ്പിക്കുക. അപ്പോഴേക്കും കരച്ചിൽ ഉച്ചത്തിലായി. ആളുകളെല്ലാം വന്നു. ആളുകളൊക്കെ വന്നു. അവരെ പിന്നെ ആലോചനയൊക്കെ അവരിങ്ങനെ പതുക്കെ ഒന്ന് നിർത്തി. അവർ മാറി. കുട്ടി ഭയങ്കര കരച്ചിൽ. കരയുന്നതിനിടയിൽ ആ കുട്ടി ഇത്രയും പറഞ്ഞൊപ്പിച്ചു, വേണ്ട, ഞാനൊരു പെണ്ണാണെന്നും ഭാര്യ എന്ന് പറഞ്ഞാൽ ആരാണെന്നും
മനസ്സിലാകുന്ന ഒരു കൂലിക്കാരൻ മതി. മനസ്സിലായോ? ഭാര്യ ആരാന്ന് പറഞ്ഞ സംഗതി, പെണ്ണ് എന്ന് പറഞ്ഞ ആരാന്നും ഭാര്യ ആരാന്നും പറഞ്ഞാൽ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു പിച്ചക്കാരൻ മതി. ഉണ്ടോ? ഞാനൊരു പുരുഷനാണെങ്കിലും ആ പെൺകുട്ടിയെ കുറിച്ച് എനിക്ക് അഭിമാനം തോന്നുന്നു. അവൾക്കാരാ വലുത്? പറഞ്ഞേ, അവളുടെ ഭർത്താവ്, അവളുടെ മണവാളൻ. അല്ല, അവള് പറയുന്നത് ഓ എന്തേലും കുന്ത ആയിക്കോട്ടെ, ആരാ, ആ ബംഗ്ലാവിനകത്തങ്ങ് കേറിയാ മതി. ഈ കഷ്ടതേന്ന് അങ്ങനെ അവള് ചിന്തിക്കുകയാണെങ്കിൽ അവളെക്കുറിച്ച് നിങ്ങൾ സഹോദരിമാർക്ക് എന്ത് തോന്നും? സഹോദരന്മാർക്ക് എന്ത് തോന്നും? എനിക്ക് ലജ്ജ തോന്നും. നമ്മളോ? മനസ്സിലായോ ഞാൻ പറഞ്ഞേ? നമ്മുടെ ചിന്ത എന്താ? എങ്ങനേലും ഞെളിവിരി കൊണ്ട് ലോകത്തിന്റെ ഇമ്പങ്ങളും ആഡംബരങ്ങളും സുഖ സൗകര്യങ്ങളും സന്തോഷങ്ങളും ഒക്കെ എത്ര അനുഭവിക്കാമോ അത്രയും അനുഭവിക്കണം. ബട്ട് ഷുഡ് നോട്ട് റിസ്ക് ഇറ്റേണിറ്റി. I am afraid of going into the depths of hell. Somehow I have to just scramble inside heaven. No. No. വളരെ പ്രധാനപ്പെട്ട ഒരാശയം നിങ്ങൾക്ക് മനസ്സിലാകുന്ന പോലെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ചിന്തിക്കുന്നവരാരും നിത്യതയ്ക്ക് യോഗ്യരല്ല. ഈ രാത്രി ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഞാനീ പറഞ്ഞ പുസ്തകത്തിലുള്ള കാര്യ. സ്തോത്രം. വായിച്ചേ, എബ്രായർ 7:26 2 ഭാഗം വായിച്ചേ. 26 കേട്ടോ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ. ബിഫോർ ജീസസ് ഹെവൻ ഈസ് നത്തിങ്. സ്തോത്രം. നിങ്ങൾ ഏതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? ദൈവത്തിന്റെ അനാദിയിലെ കാര്യപരിപാടി. സ്തോത്രം. വ്യക്തമായി ഞാൻ വിശ്വസിക്കട്ടെ. ഈ ദിവസങ്ങളിൽ ഞാൻ ദൈവവചനം നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ, തീരുമാനിക്കുവാൻ അവസരമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ലോകത്തിൽ നിന്നും, ലോകക്കാരിൽ നിന്നും, ലോക ഇമ്പങ്ങളിൽ നിന്നും ദൈവം നമ്മളെ വേർതിരിച്ചു. അവന്റെ മക്കളാക്കി, അവന്റെ രാജ്യത്തിന് അവകാശികളാക്കി. ജീവനേക്കാളേറെ നമ്മെ സ്നേഹിച്ചു. സ്തോത്രം. നമുക്ക് എന്തു പറയാനുണ്ട് കർത്താവിനോട്? ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു പോകും. ശരി, ഞങ്ങൾ നിർത്തുക. ഇത്രയും സമയമായിപ്പോയി. നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്നുള്ളത് എനിക്കറിയാം. സ്തോത്രം. അധികം സമയം ദീർഘിപ്പിക്കാനും ഇല്ലെന്നുള്ളതും എനിക്കറിയാം. നാളെ ജോലിയുള്ളതാണ് പലർക്കും. എൻ്റെ സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കാഹളം ധ്വനിക്കാറായി. ജീവനേക്കാളേറെ അവനെ സ്നേഹിക്കുവാൻ, കർത്താവിനായി നിൽക്കുവാൻ നമുക്ക് മനസ്സുണ്ടോ? കഴിഞ്ഞ ദിവസം സംസാരിച്ചതിനെ തുടർന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും വിഷയങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഹൗ ഡു വി? കഴിഞ്ഞ ദിവസം ആഭരണം എന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരണം ആവശ്യമുണ്ടെന്ന് എന്നോട് സഹോദരങ്ങൾ പറഞ്ഞിരുന്നു. ന്യായമായുള്ള വിശദീകരണം തരുന്നതിന് സന്തോഷമേ ഉള്ളൂ. എന്നെ കേൾക്കണേ. ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. നമ്മൾ ആദ്യം ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്,
കേൾക്കണം. ചുരുക്കം ചില കാര്യം കൂടെ പറയാം, എന്നിട്ട് നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങൾക്ക് വർത്താനം പറയാം, നിങ്ങൾക്ക് യു ക്യാൻ റേസ് യുവർ പോയിന്റ്സ്. ഇറ്റ് ഷുഡ് നോട്ട് ബി എ വൺ വേ അഫെയർ. ഇതുവരെ ഞാൻ പിന്നെ പറഞ്ഞുകൊണ്ടിരുന്നു, എല്ലാവരും വന്നില്ലല്ലോ എന്ന് കണ്ട് പറയാൻ തുടങ്ങി, പിന്നെ അങ്ങ് പറഞ്ഞുകൊണ്ടിരുന്നു പോയി. സ്തോത്രം. ഈ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഒന്നും അതിൽ തന്നെ തിന്മയല്ല. യാതൊന്നും അതിൽ തന്നെ, ദൈവം സൃഷ്ടിച്ചതൊന്നും അതിൽ തന്നെ തിന്മ അല്ല. നത്തിങ് ഈസ് ഈവിൾ ഓൾ ഇൻ ഇറ്റ് സെൽഫ്. അത് പൊന്നായാലും വെള്ളിയായാലും, ഭൂമിയിൽപ്പെട്ടതൊന്നും, എന്റെ ദൈവം സൃഷ്ടിച്ചതൊന്നും അതിൽ തന്നെ തിന്മ അല്ല. പിന്നെ അത് തിന്മയാകുന്നത് ഇറ്റ്സ് ഓൺ ദ ബേസിസ് ഓഫ് ദ യൂസ് വി മേക്ക് ഓഫ് ഇറ്റ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ അതിനെ എന്തിനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്, നമ്മൾ അതിനെ ഉപയോഗിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ. പിന്നെ പിശാച് തന്റെ താല്പര്യം സാധിക്കാൻ അതിനെ ഉപയോഗിക്കാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ടോ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അത് തിന്മയാകുന്നത്. ഫോർ എക്സാമ്പിൾ, സ്വർണം എടുക്ക്. നമ്മുടെ ശരീരത്തിന് സ്വർണത്തിന്റെ ആവശ്യമുണ്ട്, പുറമേ അല്ല, അകമേ. നമ്മുടെ ശരീരത്തിന് അനേക ലോഹങ്ങളുടെ ആവശ്യമുണ്ട്. ഈ അടുത്ത സമയത്ത് ഞാൻ അടുത്ത് ചെന്നപ്പോൾ ഒരു ആന്റി അസുഖമായിരുന്നു, എന്നൊരു പ്രത്യേക ഗുളിക കഴിക്കുന്നു, ഭയങ്കര കോസ്റ്റ്ലി. രക്തത്തിനകത്ത് ലിത്തിയമില്ല. അങ്ങനെ ഒരു ലോഹത്തിന്റെ ആവശ്യം എന്റെ ശരീരത്തിലുണ്ടെന്ന് ഞാൻ അന്നേരം അറിയുന്നത്. യു ആർ വിത്ത് മീ? ഗോൾഡ് ഈസ് നീഡഡ്, അയൺ ഈസ് നീഡഡ്. നമ്മുടെ ശരീരത്തിന് ഇതെല്ലാം വേണം. നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണത്തിലും ഡിഫറെന്റ് ഫോംസ് ഓഫ് ഗോൾഡ് ഈസ് ദെയർ. തുളസി ഇല ഇല്ലേ, തുളസി ഇല, ഇറ്റ് കണ്ടെയ്ൻസ് എ സ്പെഷ്യൽ വേരിയന്റ് ഫോം ഓഫ് ഗോൾഡ്. ഞാൻ ഒരിക്കൽ വായിച്ചത് മഞ്ഞൾ, ഇറ്റ് കണ്ടെയ്ൻസ്, ഏത്തപ്പഴം, ഇറ്റ് കണ്ടെയ്ൻസ്, അത് പല വെറൈറ്റിയിൽ അതിന്റെ അളവിൽ കൂടുതലും കുറവും ഒക്കെ ഉണ്ട്. സോ നമ്മുടെ ശരീരത്തിന് അത് ആവശ്യം, അത് അതിൽ തന്നെ എന്തല്ല, തിന്മ അല്ല. പക്ഷെ നമ്മൾ അതിനെ ഉപയോഗിക്കുന്നതും പിശാച് അത് ഉപയോഗിക്കാൻ നമ്മൾ അതിനെ ഏൽപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ദൈവത്തിനെതിരെ അല്ലെ ദൈവത്തോട് നമ്മളെ അറ്റാച്ച്മെന്റ് കുറയ്ക്കാൻ, അല്ലെ ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്താൻ പിശാച് ഇതിനെ ഉപയോഗിക്കാൻ നമ്മൾ അനുവദിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. Are you with me? അതിൽ ആഭരണം എന്ന കാര്യം വരുമ്പോൾ, കഴിഞ്ഞ ദിവസം ഞങ്ങളോട് പറഞ്ഞായിരുന്നു, ഇത് ശരീരത്തിന്റെ ഒരാവശ്യമാണോ, ജഡത്തിന്റെ ഒരു ആഗ്രഹമാണോ? ഓർക്കുന്നുണ്ടോ? ഇത് ജഡത്തിന്റെ ആഗ്രഹമാണെന്നുള്ളത് സ്വതന്ത്രമായി ചിന്തിക്കുന്ന എല്ലാവരും സമ്മതിക്കും. കേൾക്കുന്നുണ്ടേ? ഞാനേ നമ്മൾ പലപ്പോഴും ഈ കഴിഞ്ഞ ഇന്ന് ഞാനിങ്ങനെ ബൈബിൾ വായിച്ചപ്പോൾ ബൈബിളിനകത്തൊരു ചെറിയൊരു കുറിപ്പിരിക്കുന്നത് കണ്ടു. അത് ഇങ്ങനെ 2000 ഏപ്രിൽ 11 ചൊവ്വാഴ്ചത്തെ മലയാള മനോരമയ്ക്കകത്ത് വന്ന 13ാമത്തെ പേജിലാണ്. അത് ആർച്ച് ബിഷപ്പ് മാർ തോമസ് പനച്ചിൽ, മാർ ജോസഫ് പനച്ചിൽ ചങ്ങനാശ്ശേരി മെത്രോപൊളിറ്റൻ പള്ളിയിൽ അതിരൂപതാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിച്ചത് പത്രം റിപ്പോർട്ട് ചെയ്താ. ആ പത്രത്തിനകത്ത് ഇങ്ങനെയായിരുന്നു: സഭയുടെ വിശ്വാസത്തിന് ചേർന്നതാകണം ബൈബിളിന് നൽകുന്ന വ്യാഖ്യാനങ്ങൾ. മനസ്സിലായോ? മനസ്സിലായില്ലായിരിക്കും. സഭയുടെ വിശ്വാസ പ്രമാണത്തിന് ചേർന്നതുപോലെ ബൈബിൾ വ്യാഖ്യാനിച്ചോണമെന്ന് എന്ന് പറഞ്ഞാൽ ചെരുപ്പിനനുസരിച്ച് കാല് മുറിച്ചോണമെന്ന്. നമ്മൾ പലപ്പോഴും ഇതാ ചെയ്യുന്നേ. നമ്മുടെ പ്രകൃതം അകത്തിരിപ്പുണ്ട്. നമ്മുടെ അകത്തിരിക്കുന്ന ഒരാശയമുണ്ട്, അതിനനുസരിച്ച് അതിനകത്തോട്ട് വളച്ച് ചുരുട്ടി വേദപുസ്തകത്തിലെ വാക്യം തിരികെ കയറ്റാൻ നമ്മൾ ശ്രമിക്കും. കുഞ്ഞൻ നമ്പ്യാർ തന്നെ പറഞ്ഞു, കനകം മൂലം കാമനി മൂലം കലഹം പലവിധ മൂലകിൽ സുലഭം. പിശാചിന്റെ കയ്യിലെ
ഏറ്റവും പ്രധാനപ്പെട്ട ഒരായുധമായി ഇത് തീർന്നുപോയി. ദ്രവ്യാഗ്രഹവും പാപമാണ്. എൻ്റെ കൂടെ ഉണ്ടോ എല്ലാവരും? ദ്രവ്യാഗ്രഹം, ദ്രവ്യം വേറെ, ദ്രവ്യാഗ്രഹം വേറെ. സ്തോത്രം. നമുക്കതിനോടുള്ള മനോഭാവം, അത് പിശാച് ഉപയോഗിക്കാൻ നമ്മൾ അനുവദിക്കുന്നുണ്ടോ? നമ്മൾ എന്തുകൊണ്ടത് ഉപയോഗിക്കുന്നു? ചിലപ്പോൾ നിങ്ങൾ പറയും, എനിക്ക് ഇതിനോട് ഒരു അറ്റാച്ച്മെന്റ് ഇല്ലെങ്കിൽ പിന്നെ വൈ ഡു വി വേസ്റ്റ് മണി ലൈക്ക് ദിസ്? ഒരറ്റാച്ച്മെന്റും ഇല്ലെങ്കിൽ, അത് അപ്രധാനമാണെങ്കിൽ പിന്നെ എന്തിനാ ഈ പാരഫെർനാലിയ ചുമക്കുന്നേ? വൈ ഷുഡ് യു റിസ്ക് യുവർ ലൈഫ്? മനസ്സിലാവുന്നുണ്ടോ? ഇന്ത്യ ടുഡേ ഒരിക്കലും ഒരു ലേഖനം എഴുതിയായിരുന്നു. ഇന്ത്യ ടുഡേ എഴുതിയ ഒരു വലിയ ഫീച്ചർ ചെയ്തു. അതിനകത്ത് അവർ പറഞ്ഞ, കേരളത്തിലെ സ്ത്രീകളുടെ മാത്രം ശരീരത്തെ സ്വർണം എടുത്താൽ 40 ടൺ എന്നൊക്കെ അവർ കണക്ക് കൂട്ടിയത്. ഒരു മിനിമം കൺസർവേറ്റീവ് കാൽക്കുലേഷൻ ആയിരുന്നു. സോ മച്ച് ഓഫ് മണി ഗോസ് വേസ്റ്റ്. ചിലർ പറയും, ഒല്ലോ ഉണ്ടെങ്കിലല്ല ഇച്ചിരി കൊണ്ടൊന്ന് പാണയം വെച്ചേച്ച് 10 രൂപ. എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ 10,000 രൂപയുടെ സാധനം കൊണ്ട് കൊടുത്തേച്ച് അവന് 8,000 രൂപ തരും. 8,000 തരുമോ? അന്നേരം ഇല്ല, ഒരു 7,000 രൂപ തരും. 10,000ന്റെ അവൻ്റെ കൊണ്ട് കൊടുത്തേച്ച് അവൻ 7,000 തരുമ്പോൾ അവൻ്റെ 7,000ത്തിന് നമ്മൾ 30% പലിശ കൊടുക്കണം. നമ്മുടെ 10,000 അവൻ്റെ കയ്യിലിരിക്കുക. ഞങ്ങളൊരു പ്രിന്റിംഗ് പ്രസ് നടത്തുന്നുണ്ടായിരുന്നല്ലോ. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സഹോദരങ്ങൾ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഹിന്ദുക്കളായിട്ടുള്ള ഞങ്ങളുടെ ചില കമ്പോസിങ്ങിന് ചില പെൺപിള്ളേരുണ്ടായിരുന്നു, കുടുംബിനിമാരും ഒക്കെ ഉണ്ടായിരുന്നു. മിക്കവാറും പേരും ഒരു 15-ാം തീയതി ആകുമ്പോൾ 2-3 പേർക്ക് ഈ അഡ്വാൻസ് വേണം ശമ്പളം. ഒരു ദിവസം എൻ്റെ ഫാദർ ചാച്ചൻ ചോദിച്ചു, എന്നാ വെച്ചാൽ ഇത്? അതേ, ഒരു പലിശ അടയ്ക്കാനാണ്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ്, എല്ലാവർക്കും ആഭരണം പണയമാണ്, ഭർത്താക്കന്മാർ കുടിയന്മാരും ഒക്കെ ഇവരുണ്ട്. അങ്ങനെ ഇരിക്കും. ഒടുവിൽ ഇത് പലിശ കൊടുക്കുന്നതല്ലാതെ മുതൽ തീരുന്നില്ല. പിന്നെ ഒടുവിൽ എൻ്റെ പിതാവിൻ്റെ താല്പര്യപ്രകാരം ഞാൻ കുറച്ച് പിന്നെ പണം ഉണ്ടാക്കി ഓരോ മാസം ഓരോരുത്തരുടെ ഇത്, നമുക്ക് വലിയ പണം ഇല്ലല്ലോ, ഉള്ള സൗകര്യം അനുസരിച്ച് ഓരോ മാസം ഓരോരുത്തരുടേത് പണം കൊടുത്തിട്ട് തിരിച്ചിങ്ങ് തിരിച്ചെടുക്കുക. എന്നിട്ട് ഈ പലിശ കൊടുക്കുന്ന പൈസ മാത്രം മാസം തോറും ഞങ്ങൾ കട്ട് ചെയ്യും. ഒടുവിൽ ആ പെൺപിള്ളേര് ശപഥം ചെയ്തു, ഇനി മേലാൽ പണയം വെക്കുന്ന പരിപാടി ഇല്ല. നമ്മൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ട് വിറ്റേച്ച്. വാസ്തവത്തിൽ ഇന്നിവിടെ നോക്കണേ, വഞ്ചനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായത് കേരളത്തിലെ മുത്തൂറ്റെന്നൊക്കെ പറയുന്ന അറിയാമല്ലോ. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു കൊച്ചു പെട്ടിക്കടയായിരുന്നത് കോഴഞ്ചേരി. ഹൗ ഡിഡ് ദേ മേക്ക് മണി? സത്യമാണ്. അവരെ കുറിച്ചൊക്കെ ഇപ്പൊ പറയാൻ ആൾക്ക് പേടിയായി പോലായി. അവർക്ക് ദാതാമാരും ഗൂണ്ടാമാരും ഒക്കെ ആണെങ്കിൽ നമുക്ക് തന്നെ സത്യം പറയുന്നത്, എനിക്ക് സത്യം പറഞ്ഞുകൊണ്ട് മരിക്കുന്ന സന്തോഷമേ ഉള്ളൂ. കള്ളം പറഞ്ഞുകൊണ്ട് അതിൽ നാളെ ജീവിക്കേണ്ട കാര്യം മനസ്സിലാക്കി തരാൻ വേണ്ടി പറയാ. ഞാൻ അവരെ വിമർശിക്കുകയല്ല, ഈ ആശയത്തെ വിമർശിക്കുക, നമ്മുടെ സിസ്റ്റം. Are you with me? Don't think that everybody is an NRI person. ഇതിനകത്തൊരു എക്കണോമിക് ഫാക്ടർ ഉണ്ട്. ഇല്ലാത്തവരെ ലജ്ജിപ്പിക്കേണ്ടതിനെന്ന് പുസ്തകത്തിൽ പറയുന്ന പോലെ ആയിപ്പോയി. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? മാത്രമല്ല, ജീവനത്തിന്റെ പ്രതാപം വെളിപ്പെടുത്താനുള്ള ഒരു പ്രധാന ഉപാധിയായി, അതിനേക്കാളൊക്കെ പ്രധാനമായിട്ട് ചില കാര്യങ്ങളുണ്ട്, അങ്ങോട്ട് അങ്ങനെ പറഞ്ഞു പോകുന്നില്ല. ഇതെല്ലാം ഹീതൻ വർഷിപ്പുമായി ബന്ധപ്പെട്ടതാണ്, ജാതി ആരാധനയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയിലെ ആഭരണങ്ങൾ, ഇന്ത്യയിലെന്ന് മാത്രമല്ല മിക്കവാറും എല്ലായിടത്തെയും. പഴയതിന് മരിച്ച നമ്മൾ എന്തിനു പിന്നെ അതിന്റെ പുറകെ പോകണം? അതിന്റെ എന്തെങ്കിലും ഒരു അടയാളം നമ്മുടെ മേൽ ധരിക്കുന്നതിൽ നമുക്ക് ലജ്ജ തോന്നുകയല്ലേ വേണ്ടത്?
നമ്മളെന്താ പൊട്ടിടാത്തെ? പെൺപിള്ളേർ, നമ്മുടെ പെൺപിള്ളേരാരും എന്തായിട്ട് ഇടാത്തെ? ഇടുന്നുണ്ടല്ലേ നമ്മൾ ഇടാത്തത്. ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ഹീതൻ വർഷിപ്പ്. അത് ഹീതൻ വർഷിപ്പുമായി, ജാതി ആരാധനയുമായി ബന്ധമുള്ളതാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ കെട്ടുതാലി, മിന്നുതാലി ലിംഗാരാധനയുമായി ഡയറക്ട്ലി ബന്ധമുള്ളതാണ്. ഏതെങ്കിലും ഒരാഭരണം ഇവിടെ അനുവദിച്ചാൽ നമ്മുടെ സഹോദരിമാർക്ക് അനുവദിക്കേണ്ടത് അതാണല്ലോ. മനസ്സിലാവുന്നു? നിങ്ങളാരും മിണ്ടുന്നേ ഇല്ല, റെസ്പോൺസേ ഇല്ല. ദേഷ്യമാണോ അരിശാണോ? സഹോദരങ്ങളെ, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ആഭരണത്തെക്കുറിച്ച് അനേക റെഫറൻസസ് ഉണ്ട്. എൻ്റെ പ്രിയ സഹോദരൻ ചില പരാമർശങ്ങളെല്ലാം, പുതിയ നിയമത്തിലെ പരാമർശങ്ങളെല്ലാം എടുത്ത് അദ്ദേഹം തന്നു. ഇതിനകത്തെല്ലാം ഞാനിതെല്ലാം നേരം തന്നെ നോക്കിയായിരുന്നു. സ്വർണത്തെക്കുറിച്ചുള്ള അനേക പരാമർശങ്ങൾ തിരുവെടുത്തിട്ടുണ്ടെങ്കിൽ ഒരിടത്തു പോലും സ്വർണം ധരിക്കുന്നതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒറ്റ വാക്യം പോലും ഇല്ല എന്ന് മാത്രമല്ല, അതിനെ ഡിസ്കറേജ് ചെയ്യുന്നതാണല്ല. ഓരോ വാക്യവും നമുക്ക് പരിശോധിക്കാം. ഓരോ വാക്യവും നിങ്ങളെ അലങ്കാരം ഇന്നതായിരിക്കണം എന്ന് പറയുന്നതിനെ പോലെ ഇതായിരിക്കണ്ട എന്നും പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഇത് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുക. എന്നാ പൗലോസിന് എന്നെ അത്രയും കൂടെ പറയാൻ എന്നാ? പരിശുദ്ധാത്മ ഒരു വാക്കുപോലും ഉദ്ദേശമില്ലാതെ പറയില്ല, ഒരു വാക്കുപോലും പറയില്ല. ഇത് ദൈവവചനമാ, സ്വർഗത്തിൽ എന്നേക്കും. മാത്രമല്ല ഈ വചനം തന്നെ, വചനത്തെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നറിയാമോ? നിലത്ത ഉലയിൽ ഉരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെയാ. ഒരു വാക്കുപോലും വേണ്ടാത്തതിനകത്തില്ല. Not a single syllable is a dross. Every stroke is purified. എന്റെ കൂടെ ഉണ്ടോ? അടുത്ത ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞല്ലോ, വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ അശുദ്ധി ഒഴിഞ്ഞിരിക്കുക എന്ന് മാത്രമല്ല, സാമാന്യമായതിനെ ഒഴിഞ്ഞിരിക്കുക എന്നുള്ള കോമൺ പ്ലേസ്. ഇത് നമ്മളെ സാമാന്യമാരുടെ നിലയിലേക്ക് തരം താട്ടുകയല്ലേ? അടുത്തത്, നമ്മള് പഴയതിന് മരിച്ചതല്ലേ? ബാപ്റ്റിസം അതിന്റെ ബെറിയലല്ലേ? അതുകൊണ്ടല്ലേ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, യാക്കോബായ സഭയിൽ മാമോദിസ തളിക്കുമ്പോൾ അതിലൊരു ചരട് പോലും അനുവദിക്കില്ല. ഇത് ശവമടക്കാണെന്ന് അവർ പറയും. പലരും ആ വെള്ളത്തിലോട്ട് ഇറങ്ങിയേച്ച് തിരിച്ചും കയറിയേച്ച്, ഊരിയേച്ച് ഇറങ്ങിയേച്ച് കയറിയേച്ച് പഴയതെടുത്തിടും. അതിനൊരാൾ എനിക്കത് രസകരമായി തോന്നി. അയാൾ പറഞ്ഞത്, നയമാൻ ആ കുഷ്ഠരോഗിയായി ചെന്ന വേഷമൊക്കെ അങ്ങോട്ട് മാറിയിട്ടേച്ച്, അത് അയാൾ ആരാ? വലിയ പുള്ളിയല്ലേ, സേനാനായകനല്ലേ, ബാഡ്ജും മെഡലും അലങ്കാരങ്ങളും ഒക്കെ ഉണ്ട്. അതെല്ലാം കൂടെ അങ്ങോട്ട് ഊരി വെച്ചേച്ച് അങ്ങോട്ട് ഇറങ്ങി മുങ്ങി പൊങ്ങിയേച്ച് കയറി വന്ന് ഈ മെഡലും മറ്റും കളയാമോ? ആ വേഷം പിന്നെ എടുത്തിടുന്ന പോലെയാണെന്ന് ഒരാൾ പറഞ്ഞു. എൻ്റെ ആശയമല്ല, വേറൊരാളുടെ ആശയമാണ്. എനിക്ക് തോന്നിയത് ശരിക്കും ദേഷ്യം വരുന്നുണ്ടല്ലേ. ഐ എം വൺ യു ഡോണ്ട്, നിങ്ങൾ എന്നെ എന്തു പറഞ്ഞു, മനസ്സിൽ നിന്ന് തള്ളരുത്. ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലെ ഒരാളാണ്. എൻ്റെ സഹോദരങ്ങൾ എല്ലാവരും, നമ്മളെല്ലാവരും ഒരുമിച്ച് നിത്യത കാണുമെന്നുള്ള വലിയ ആഗ്രഹമുള്ള ആളാണ്. സ്തോത്രം. പഴയതിന് മരിക്കുക. Say no to the flesh. മാത്രമല്ല ഇത് നമ്മുടെ സാക്ഷ്യമല്ലേ. സ്തോത്രം. സുജിത്ത് ഞങ്ങൾ ഇന്നലെ വർത്തമാനം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മൾ പലപ്പോഴും ഇതങ്ങോട്ട് ഉപേക്ഷിക്കാൻ നമുക്ക് മനസ്സില്ലാത്തത്, we don't want to publicly acknowledge that we have undergone a thorough change of the person. നമ്മൾ പരസ്യമായിട്ട് അതങ്ങോട്ട് അക്നോളജ് ചെയ്യാൻ നമുക്കൊരു മടി. നമ്മളെ പോലെ
ഞാൻ കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടു. എൻ്റെ ശരീരം കർത്താവിന് കൊടുത്തു, ഹൃദയം കൊടുത്തു, ശരീരവും കർത്താവിന് കൊടുത്തതാണെന്നൊന്ന് പറയാൻ, പബ്ലിക്കിൽ കർത്താവിന്റെ സാക്ഷിയാകാൻ, എന്നെക്കുറിച്ചും എൻ്റെ വചനത്തെക്കുറിച്ചും നിങ്ങൾ ലജ്ജിച്ചാൽ, സ്തോത്രം, ദൂതന്മാരുടെ മുമ്പാകെ ഞാൻ നിങ്ങളെക്കുറിച്ച് സ്തോത്രം. ക്രൂശിന്റെ നിന്ദയിൽ ഒരു ചെറിയൊരു അംശമായത്. അതിന് മനസ്സുണ്ടോ? എനിക്കറിയാം അത്ര വിലയില്ലാത്തൊന്നുമല്ല. യു ഹാവ് ടു പേ എ പ്രൈസ് ഫോർ ഇറ്റ്. പക്ഷെ ഇത് ക്രൂശിന്റെ നിന്ദയിൽ ഒരു ചെറിയ പങ്കാണ്. അതിന് മനസ്സുണ്ടോ? അടുത്തത്, നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമല്ലേ? പലരും പറയും നമ്മുടെ ഹൃദയവും ആന്തരിക അവസ്ഥ മാത്രമേ അല്ല. ഗോഡ് കെയർസ് ഈവൻ ഫോർ ദ ബോഡി. അതാണ് ആരാധനയ്ക്ക് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുക എന്നാ. ഗോഡ് കെയർസ് ഈവൻ ഫോർ ദി ബോഡി. അകം ശുദ്ധമാണെങ്കിൽ പുറവും ശുദ്ധമാകും. മത്തായി 23:26 വായിച്ചേ. പുറം വെടിപ്പാകേണ്ടതിന് അകം വെടിപ്പായ എന്തോ ശരിയാവും, വെടിപ്പാകും, പുറവും വെടിപ്പാകും. ത്തിന്റെ പ്രതാപം എന്നീ നോ പറയാൻ എനിക്കറിയാം. പക്ഷെ നോ പറയാൻ കഴിയുന്നവർക്ക് മാത്രമേ നിത്യജീവൻ പ്രാപിക്കാൻ കഴിയുള്ളൂ. ഇതൊന്നിനോട് മാത്രമല്ല, പലതിനോടും. നമുക്ക് പ്രത്യേകിച്ച് നഷ്ടമില്ല, ലാഭം ഉണ്ടാകുന്ന ഈ കാര്യത്തിന് നോ പറയാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നഷ്ടം ഉണ്ടാകുന്നത് നമ്മൾ എത്രയധികം. I hope I am making myself clear enough. സ്തോത്രം. അതെ, ഞാൻ തന്നെ പറഞ്ഞോണ്ടിരുന്നാൽ ശരിയാവില്ല, നിങ്ങൾക്കും കൂടെ പറയാനുള്ള അവസരം തരാം. അപ്പൊ ഞാനിങ്ങനെ ഇത്ര നേരം കൊണ്ട് ഞാൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വിഷയത്തെക്കുറിച്ചോ ഈ വിഷയത്തെക്കുറിച്ചോ എന്തെങ്കിലും ന്യായമായ എന്തെങ്കിലും നിങ്ങൾക്ക് നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ, ഇത് നിർബന്ധത്താൽ ചെയ്യേണ്ടതല്ല, ഇത് വോളണ്ടറിയാണ്, ഇത് സ്വമനസാലാണ്, സ്നേഹം കൊണ്ടാണ്. ചിലർക്ക് ചോദിക്കാറുണ്ട് പുസ്തകത്തിൽ എന്ത് എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്റെ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു, പഴയ നിയമത്തിൽ കൽപ്പനകളും പുതിയ നിയമത്തിൽ ഒന്ന് പറഞ്ഞ് ഉപദേശങ്ങളാ. കൽപ്പനകൾ യജമാനൻ ദാസന് കൊടുക്കുന്നതും ഉപദേശം അപ്പൻ മക്കൾക്ക് കൊടുക്കുന്നതുമാ. കൽപ്പന ഭയന്നിട്ടനുസരിക്കുന്നു, ഉപദേശം സ്നേഹം കൊണ്ടനുസരിക്കുന്നു. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, സ്തോത്രം. അതുകൊണ്ട് ഇറ്റ്സ് എ വേസ്റ്റ്. ഇറ്റ് കൺഫോംസ് ടു ദ വേൾഡ്. ലോകത്തു നിന്നുള്ള നമ്മുടെ വേർപാടിന് തടസ്സമായി, ക്രിസ്തീയ സാക്ഷ്യത്തിന് തടസ്സമായി, ജാതി ആരാധനയുമായി താതാത്മ്യപ്പെട്ട. അയ്യോ, ഒന്ന് ഓർത്ത് നോക്കി. സ്തോത്രം. നമുക്ക് ക്രിസ്തുവിന്റെ നിന്ദയിൽ ഒരു ഷെയർ എടുക്കാൻ ഇത് ദൈവം തന്ന ഒരു ഭാഗ്യമല്ലേ? വ്യക്തിപരമായി ഞാൻ പറയാം, എനിക്ക് സുവിശേഷകൻ എന്ന നിലയിൽ ഒരു കഷ്ടം സഹിക്കാൻ ഒരു ചാൻസ് സുവിശേഷകൻ എന്ന നിലയിലുണ്ടായാൽ ചാടിപ്പോയി പിടിക്കുകയില്ലെങ്കിലും അവസരമുണ്ടായാൽ ഒഴിവായി, കഷ്ടത പേടിച്ചാൽ ഒഴിവായി പോവുകയില്ല. സ്തോത്രം. നിങ്ങൾ വിചാരിക്കരുത്, അബുദാബിയിൽ വന്നപ്പോൾ നിങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടെ, ഇവിടെ പ്രിയരാജാന്റെ കുടുംബം വളരെ ഒരിക്കലും അർഹതയില്ലാത്തതുപോലെ ആദരവോടും സ്നേഹത്തോടും കരുതലോടും കൂടെ അവരെന്നെ ശുശ്രൂഷിക്കുന്നു. അതുപോലെയുള്ള സ്വീകരണവും നിങ്ങൾ എന്നോട് കാണിക്കുന്ന ആ സഹകരണവും സ്നേഹവും ഒന്നും എല്ലായിടത്തും കിട്ടുമെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. സൗകര്യങ്ങൾ കുറവാണെന്നോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നോ കഷ്ടത ഉണ്ടാകുമെന്നോ പരിഗണിച്ചിട്ട് ശുശ്രൂഷയുടെ ഒരു ചെറിയ മേഖലയിൽ നിന്ന് പോലും ഞാൻ മാറി നിൽക്കുകയില്ല. തിരിച്ച് 2 ചോയ്സ് എന്റെ മുമ്പിലുണ്ടെങ്കിൽ
കൂടുതൽ സൗകര്യങ്ങളുള്ള ഒരു ശുശ്രൂഷാ മേഖലയും, സ്തോത്രം, ചെറുതെങ്കിലും കൂടുതൽ ആവശ്യമുള്ളതും ഒരു ഇച്ചിരി കഷ്ടതയ്ക്കും ബുദ്ധിമുട്ടിനും ഒരു ചാൻസ് ഉള്ളതും ഉണ്ടായിരുന്ന രണ്ടാമത്തെ തിരഞ്ഞെടുക്കുള്ളൂ. എന്നോട് ശുശ്രൂഷയിൽ അടുത്തിടപെടുന്ന സഹോദരങ്ങൾ അനേകർക്ക് അതിന് സാക്ഷ്യം പറയാനും കഴിയും. തിരിച്ചെന്തെങ്കിലും ഒരു ഉദാഹരണം ആർക്കെങ്കിലും കാണിക്കാമെങ്കിൽ ഞാൻ അതിന് ഉത്തരം പറയാനും സന്നദ്ധനാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടേ? സ്തോത്രം. പ്രിയ ദൈവമക്കളെ, അതുകൊണ്ട് കർത്താവിന് വേണ്ടി ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ? കേൾക്കണേ, നമ്മൾ ന്യായീകരണങ്ങൾ പറഞ്ഞ് കർത്താവിൽ നിന്ന് അകന്നു നിൽക്കാനല്ല, കർത്താവിനോട് അടുക്കുവാനുള്ള ഉപാധികളെ ചിന്തിക്കാം. കർത്താവ് വരാറായി. സ്തോത്രം. നമുക്ക് നമ്മളെ തന്നെ അതിനായി ഒരുക്കാം. സമയം വളരെ കടന്നുപോയി. എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല ആരും. സ്തോത്രം. അയ്യോ പ്ലീസ്, അല്ലെ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വർത്താനം പറയാം. എന്നാൽ 2 വാക്കൂടെ പറഞ്ഞ് എൻ്റെ വാക്ക് ഉപസംഹരിക്കട്ടെ. പറഞ്ഞു. ക്രിസ്ത്യാനിറ്റി മനസ്സിലായി. ക്രിസ്ത്യാനിറ്റിയുടെ ഐഡന്റിറ്റി എന്നതിനേക്കാൾ കഷ്ടത എന്നതിന്റെ പ്രതീകമാണ് കുരിശ്. ക്രൂശിനെ പറയാം. കുസ്തന്തീനോസ് ചക്രവർത്തിയുടെ കാലത്താണ് കുസ്തന്തീനോസ് ആകാശത്ത് ഒരു കുരിശടയാളം ഭാഗ്യചിഹ്നമായി കണ്ടു എന്ന് യുദ്ധത്തിന് പോകുന്ന സമയത്ത് കണ്ടുവെന്നും പല പ്രാവശ്യം പരാജയപ്പെട്ട സ്ഥാനത്ത് ആ കുരിശടയാളം മുമ്പിൽ പിടിച്ചുകൊണ്ട് പോയപ്പോൾ ജയിച്ചുവെന്നും അതൊരു ഭാഗ്യചിഹ്നമായിട്ട് അവർ പരിഗണിച്ചു. 4-ാം നൂറ്റാണ്ടിൽ ഭാഗ്യചിഹ്നമായിട്ടാണ് പരിഗണിച്ചത്, ക്രിസ്ത്യാനിറ്റിയുടെ ചിഹ്നമായിട്ടല്ല. പിന്നെയാണ് അത് ക്രിസ്ത്യാനിറ്റിയുടെ ചിഹ്നമായി പരിണമിച്ചത്. ഇന്ന് പൊതുവെ ക്രിസ്ത്യാനിറ്റിയുടെ ചിഹ്നമായി പരിണമിച്ചിരിക്കുന്നു. അത് വാസ്തവത്തിൽ നമ്മൾ തന്നെ കർത്താവിന്റെ അടയാളങ്ങളായ ലോകത്ത് നിൽക്കാൻ അധികം ആഗ്രഹിക്കുന്നത്. വി ആർ ടു സ്റ്റാൻഡ് as God's testimony. പിന്നെ ഈ ലോകത്തിൽ അവർക്ക് വലിയ പരിജ്ഞാനം, ലോക മനുഷ്യർക്ക് കർത്താവിനെ കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ, ക്രിസ്തീയ മതത്തെ കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ, അവർക്ക് മതം മാത്രം അറിയാം. അപ്പൊ ക്രിസ്തീയ മതത്തിന്റെ അടയാളമായി ആരെങ്കിലും വെക്കുന്നെങ്കിൽ ഞാൻ അതിനെ എതിർക്കുന്നൊന്നുമില്ല. ലോകത്തുള്ള എല്ലാ മതങ്ങളും എല്ലാ രാജ്യങ്ങളും ഇതിനെ അതിന്റെ ഒരു അടയാളമായിട്ടൊക്കെ കണക്കാക്കുന്നു എന്നുള്ളത് കൊണ്ട് പല ക്രിസ്തീയ സ്ഥാപനങ്ങൾക്കും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സംരക്ഷണം കിട്ടാനായി അവർ ഇതിന്റെ ഒരു അടയാളം എടുത്ത് വെക്കും. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഇപ്പൊ അടുത്ത് കേട്ടു, ലൊക്കേഷൻ പറയുന്നില്ല, ഞങ്ങളുടെ ആ ഭാഗത്ത് ഒരു സ്ഥലം റോഡിന് വീതി കൂട്ടി സ്ഥലം എടുക്കാൻ വരുന്നെന്ന് കേട്ടു. എന്ന് കേട്ടപ്പം പെട്ടെന്ന് ഒരാൾ അവിടെ ഒരു കുരിശും തൊട്ടി പണിതു. കുരിശും തൊട്ടി അറിയാമല്ലേ? അപ്പൊ കുരിശും തൊട്ടി എന്തിനാ പണിതത്? സ്ഥലം പോകരുത് അതിന് വേണ്ടി. അയ്യോ എന്തൊരു സങ്കട. കാര്യം അവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഇവിടെ കുരിശ് എന്ന് പറയുന്നതിന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ഒരു സംരക്ഷണം ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മുടെ ഒരു കെട്ടിടത്തിന് സർക്കാരിന്റെ സംരക്ഷണം കിട്ടട്ടെ എന്നൊക്കെയുള്ള ചിന്തയിലാണ് പലരും. അതാണ് നോർത്ത് ഇന്ത്യയിൽ പല സ്ഥലങ്ങളും കുരിശ് അടയാളമായിട്ട് വെക്കുന്നുണ്ട്. എന്നാൽ അത് വണങ്ങാനോ അതിന് മറ്റെന്തിനേക്കാളും പ്രാധാന്യം കൊടുക്കാനോ പാടില്ല. ശ്ലീബാ വന്ദനം എന്ന് പറഞ്ഞൊക്കെ ഉണ്ട്. അതൊന്നും ദൈവവചനവുമായി ചേരുന്നതല്ല. സ്തോത്രം. സഹോദരങ്ങളെ, ദിവസങ്ങളും കാലങ്ങളും ഒന്നും നമ്മൾ ആചരിക്കരുത്. എന്നാൽ ക്രിസ്തീയ സാക്ഷ്യത്തിനായി ദൈവം ഇത് അനുവദിച്ചിരിക്കുകയാണെന്നാണ് വിചാരിക്കുന്നത് ഞാൻ. മനസ്സിലായില്ലേ? ഞങ്ങൾ വടക്കാരുന്ന സമയത്തൊക്കെ ഈസ്റ്റർ ദിവസമൊക്കെ ഞങ്ങൾ പരസ്യ പ്രവർത്തനങ്ങൾക്ക് പോകും, ട്രാക്ടർ കൊണ്ടുപോകും. ഈസ്റ്റർ കി കഹാനി, അത് പ്രത്യേക ചപ്പാ ജയിച്ച് ഒരു ട്രാക്ടർ ചപ്പാ ജയിച്ച് കൊണ്ടുപോവുക. അന്ന് പബ്ലിക് സ്ഥലത്തൊക്കെ നിന്ന് ഈ ട്രാക്ടർ കൊടുത്താൽ പോലീസ് വേടാ എന്ന് പറയുന്നുണ്ട്. വിളിച്ചോ സാബിജി, आज तो हमारा त्योहार का दिन है, तो आज तो ईस्टर है ना, ये तो ईस्टर की कहानी जन तो करने वाला है. ഇത് ചെയ്യേണ്ടത് ഇത് ഞങ്ങളുടെ ഇന്നത്തെ ഞങ്ങളുടെ ഉത്സവ ദിവസം അല്ലേ എന്ന് ചോദിച്ചോ. ചോടുക ചല 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 ചല
പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞ് അങ്ങോട്ട് മാറി എന്ന് കൊടുത്തു എന്ന് പറഞ്ഞ് അങ്ങ് പറഞ്ഞു വിടും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ആണ്ടിൽ 2-3 പ്രാവശ്യമെങ്കിലും ചിരി തല്ലുകൊള്ളാതെ ട്രാക്ട് കൊടുക്കാൻ ഒരു സൗകര്യമായിട്ട് ദൈവം വെച്ചിരിക്കുന്നു എന്ന് വിചാരിച്ചോളൂ. പേറ്റ പിടിച്ച് പറിച്ച് പെടലേക്ക് പിടിച്ച് തള്ളി 2 പൊട്ടിയിരുന്നെന്ന് ഓടിക്കുന്നു. മനസ്സിലായില്ലേ? അങ്ങനെ എന്നാ ഞാൻ എൻ്റെ 2 വാക്കൂടെ പറഞ്ഞു നിർത്തിക്കോളാം. എനിക്ക് ഒരു കാര്യം പറയാതിരിക്കാം മനസ്സിലൊരു ശക്തമായൊരു നിയോഗമുണ്ട്, പറയണം. സഹോദരങ്ങളെ, കർത്താവിനെ പ്രസാദിപ്പിക്കുന്നതിന് നമുക്ക് സ്നേഹത്തിന്റെ 2ാം മൈൽ പോകണമെന്നാണ് പുസ്തകം പറയുന്നത്. സ്തോത്രം. കർത്താവ് പറഞ്ഞല്ലോ, ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ട് നിങ്ങൾ എന്താ പറയണം? അപ്രയോജന. വായിച്ചിട്ടില്ലേ? നിങ്ങളുടെ വേലക്കാരെങ്കിലും വയലിൽ പോയി പണി തേച്ച് വൈകിട്ട് കയറി വരുമ്പം അവൻ തളർന്ന് വയ്യുന്നവരെ വേല കഴിഞ്ഞിട്ട് കയറി വരിക. ശരി, നീ ഇരിക്കേ, ഞാൻ നിന്നെ അരകെട്ടി ശുശ്രൂഷിക്കാവുന്ന ആരേലും പറയൂ, എന്നിട്ട് നീ എന്താ പറയും? അങ്ങനല്ലേ പറയുള്ളൂ. അതുപോലെ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാനുള്ളൂ? അപ്രയോജന. ചെയ്യേണ്ടതേ ചെയ്തു. സ്തോത്രം. അപ്പൊ സ്നേഹം കൊണ്ട് കർത്താവിനായി ഏത് മണ്ഡലം വരെ പോകാൻ കഴിയുമോ ആ മണ്ഡലം വരെ പോകണം. സ്നേഹം പ്രകടിപ്പിക്കാൻ നമുക്ക് എന്ത് ഉപാധി ഉണ്ടെന്ന് നോക്കുന്നവരായിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഡേവിഡ് ലിവിങ്സ്റ്റനെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുള്ള ഒരു ചെറിയ സംഭവം ഞാൻ പറഞ്ഞ് എൻ്റെ വാക്ക് നിർത്താം. നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകല്ലേ. ഡേവിഡ് ലിവിങ്സ്റ്റൺ നമുക്കറിയാമല്ലോ. സോഷ്യൽ സ്റ്റഡീസിലൊക്കെ കുഞ്ഞുങ്ങൾ പഠിക്കുമെങ്കിലും അദ്ദേഹം കർത്താവിനെ സ്നേഹിച്ച ഒരു മിഷണറി ആയിരുന്നു. ആഫ്രിക്കയിൽ ഒരു പുരുഷായുസ് മുഴുവൻ കർത്താവിന് വേണ്ടി ജീവിച്ചൊരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ പേര് പറയാൻ ഞാൻ യോഗ്യനല്ല. ആ ശ്രേഷ്ഠനായ ദേവദാസൻ. അദ്ദേഹം അവിടെ ഒരു ആശുപത്രിയൊക്കെ സ്ഥാപിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തെ ഇംഗ്ലണ്ടിൽ നിന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന സമൂഹം അദ്ദേഹത്തിന് എഴുതി, മിസ്റ്റർ ലിവിങ്സ്റ്റൺ, യു ആർ ഓൾഡ്, വൈ ഡോണ്ട് യു കം ബാക്ക് ആൻഡ് ടേക്ക് rest during the rest of the days. Now we are sending 2 youngsters, you give them training and give charge of the hospital to them and you come away to take rest. You are too old to work in the jungles anymore. നിങ്ങൾ പോരെ, ഇവിടെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. അദ്ദേഹം മറുപടി എഴുതി, do one thing, send the youngsters. അവരെ 2 പേരെയും ചെറുപ്പക്കാരെ വിട്, ഞാൻ അവർക്ക് ട്രെയിൻ ചെയ്യാം, അവരെ ആശുപത്രിയും ഏൽപ്പിക്കാം. പക്ഷെ ഞാൻ വരുന്നില്ല. ഞാൻ ഈ നാടിനെ സ്നേഹിക്കുന്നു, ഈ നാട്ടാരെ സ്നേഹിക്കുന്നു, ഞാൻ ഇവിടെ തന്നെ ജീവിച്ചോളാം. അവരാദ്യം അതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തില്ലെങ്കിലും 2 ചെറുപ്പക്കാരെ വിട്ടു. ചെറുപ്പക്കാർ വന്നു. അദ്ദേഹം അവർക്ക് വേണ്ട ട്രെയിനിങ് എല്ലാം കൊടുത്തു. ട്രെയിനിങ് എല്ലാം കൊടുത്തിട്ട് ആശുപത്രി ചുമതല ഏൽപ്പിച്ചു. അവർക്ക് ലോക്കൽ ഭാഷയൊക്കെ പഠിച്ചു. ഏതാണ്ട് 1 വർഷത്തിലധികം അദ്ദേഹം അവരോടുകൂടി അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞേച്ച് പിന്നെയും അവർ എഴുതി, why don't you come, please come. ഇന്ന ദിവസം കപ്പൽ പോരുന്നുണ്ട്, അതേ പോരുക, നിനക്ക് പ്രത്യേകം എക്സിക്യൂട്ടീവ് ഫെസിലിറ്റീസ് എല്ലാം അറേഞ്ച് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, നോ, ഐ ആം നോട്ട് കമ്മിങ്, ലെറ്റ് മീ ഡൈ, ലെറ്റ് മീ ലീവ് ആൻഡ് ഡൈ ഇൻ ദിസ് ലാൻഡ് ആസ് എ വിറ്റ്നസ് ഫോർ മൈ ലോർഡ്. കർത്താവിന് ഇവിടെ ഞാൻ നിൽക്കട്ടെ. അങ്ങനെ ആശുപത്രി ചുമതല ഇവരെ ഏൽപ്പിച്ചു. അവരെല്ലാം സെൽഫ് സഫിഷ്യന്റ് ആയി എന്ന് കണ്ടപ്പോൾ ലിവിങ്സ്റ്റൺ ഉൾക്കാടുകളിലേക്ക് യാത്രയായി. 1-2 സഹായികളോടൊപ്പം ഉൾക്കാടുകളിലേക്ക് പോയി സുവിശേഷം പ്രസംഗിച്ചും രോഗികളെ ചികിത്സിച്ചും അതേ ഉൾക്കാടുകളിലേക്ക് യാത്രയായി. അങ്ങനെ പോകുമ്പോൾ ഇംഗ്ലണ്ടിൽ വിവരം അറിഞ്ഞു. ഇവരെ അറിയിച്ചു, അയാൾ ഇവിടുന്ന് പോയി. ഉടനെ ഇംഗ്ലണ്ടിൽ പലർക്കും ഇത് വലിയ ഹാരമായി. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽപ്പെട്ട 2 സ്കോളേഴ്സ് അവർ തീരുമാനിച്ചു, ഇല്ല, ആ മഹാൻ മരിക്കുന്നതിന് മുമ്പേ അദ്ദേഹത്തെ ചെന്ന് കാണണം, അദ്ദേഹത്തിന് നമ്മളോട് പറയാനുള്ളത് എഴുതണം. അവർ 2 പേരും കപ്പൽ കയറി ആഫ്രിക്കയിലെത്തി. ഈ ആസ്പത്രിയിലെത്തി. ചോദിച്ചു പറഞ്ഞു, ഇവിടുന്ന് പോയിട്ട് മാസങ്ങളായി, എങ്ങോട്ടാ പോയത്? ഇന്ന സ്ഥലത്തേക്കെന്ന് പറഞ്ഞാ പോയത്. അവിടെ എത്തി. ഇവിടുന്ന് പോയി. അങ്ങനെ അദ്ദേഹം പോയ വഴിത്താര തപ്പി 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 ഇവർ അനേക ആഴ്ചകൾ നടന്ന് ഒടുവിൽ തദ്ദേശവാസികളായ ആളുകളുടെ സഹായത്തോടെ ഇങ്ങനെ പോവുക. ഒരു ദിവസം രാത്രി പാതിരാ കഴിഞ്ഞ നേരത്ത് ഒരു മലഞ്ചെരുവിലൂടെ ഇവരിങ്ങനെ, ഈ 2 സ്കോളേഴ്സും അവരെ സഹായിക്കുന്ന തദ്ദേശവാസികളായ 2 ആൾക്കാരും കൂടി ഇങ്ങനെ പോകുമ്പോൾ അക്കൂട്ടത്തിൽ ഒരാൾ ചൂണ്ടിക്കാണിച്ചു, അക്കരെ മലഞ്ചെരുവിൽ ഒരു മരത്തിന്റെ മുകളിൽ ആളിയെരിയുന്ന ഒരു വെളിച്ചം. അതാണ് സാബിന്റെ വീടെന്ന് പറഞ്ഞു. അതാണ് അദ്ദേഹത്തിന്റെ താമസം. അത് കേട്ടപ്പോഴേക്കും ആഴ്ചകളായി ഇവർ അലഞ്ഞു നടന്ന് അലയുകയാണ് അദ്ദേഹത്തെ കാണാൻ. അപ്പോൾ അന്വേഷിച്ചത് കണ്ടു കിട്ടി എന്നുള്ള ആ വലിയ സന്തോഷത്തോടെ ഇവർ ഓടി ഒരു കൊച്ചരുവിയുണ്ട്, അരുവി കടന്ന് ആ മലഞ്ചെരുവി ചെന്നു.
ചെന്നപ്പോൾ ആ വെളിച്ചം കാണുന്ന മരത്തിനടുത്ത് ചെന്നപ്പോൾ ഒരു റോപ്പ് ലാഡർ, ഒരു കയർ ഗോവണി മരത്തെ ചുറ്റി വെച്ചിട്ടുണ്ട്. മേളിൽ ചെന്നപ്പോൾ കാട്ടുമൃഗങ്ങൾ ശല്യമുള്ളത് കൊണ്ട് ആ മരത്തിന്റെ മുകളിൽ ഒരു ഏറുമാടം കെട്ടി ലിവിങ്സ്റ്റൺ താമസിക്കുകയാണ്. ആ പ്രദേശങ്ങളൊക്കെ സുവിശേഷം പ്രസംഗിക്കുകയും രോഗികളെ ചികിത്സിക്കുകയും ചെയ്യുമ്പോൾ വൈകിട്ട് ഇവിടെ വന്ന് കയറി താമസിക്കുന്നത്. അവിടെ കയറി മേളിൽ ചെന്നപ്പോൾ അവിടെ ശിഖരങ്ങളുടെ ഇടയിൽ ചെറിയ ശിഖരങ്ങൾ പാകി ഒരു പ്ലാറ്റ്ഫോം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവര് ചെന്നു. മരം കുലുങ്ങിയിട്ടും കാറ്റടിക്കാമെന്ന് മറ്റേ ലിവിങ്സ്റ്റൺ വിചാരിച്ചായിരിക്കും. ഏതായാലും അദ്ദേഹത്തിന് അനക്കമില്ല. ഇവര് ചെന്നു. ആ പ്ലാറ്റ്ഫോമിൽ ചെന്ന് അകത്തോട്ട് നോക്കുമ്പോൾ കണ്ട കാഴ്ച അവരെ അത്ഭുതപ്പെടുത്തി. ആളി എരിയുന്ന ഒരു മണ്ണെണ്ണ വിളക്കിന്റെ മുമ്പിൽ നിവർത്തി വെച്ച ബൈബിൾ ഉദ്വേഗത്തോടെ ആ വയസ്സൻ മറിച്ച് മറിച്ച് വായിച്ചുകൊണ്ടിരിക്കുക. അതിലൊരാൾ പറഞ്ഞു, കുറെ കഴിഞ്ഞപ്പോ പറഞ്ഞു, നമുക്ക് പറയാം, ഏതോ വാക്യം അന്വേഷിച്ചായതുകൊണ്ടേ നമ്മുടെ കയ്യിൽ ഒത്തുവാക്യ പുസ്തകമുണ്ടെന്ന് പറയാം, കൺകോർഡൻസ് ഉണ്ടെന്ന് പറയാം. What do we tell him? We have the concordance with him. He may be searching for some specific verse. അതെ മറ്റേ ആൾ പറഞ്ഞു, no, let's wait. നമുക്ക് അവരെ കാണാം, അദ്ദേഹത്തെ കണ്ടു. Let us see that sage for a little longer. നമുക്ക് ഈ ഭക്തനെ ഒരു ഇച്ചിരി നേരം കൂടെ കണ്ടുകൊണ്ട് നിൽക്കാം. കുറെ നേരം കൂടെ അവിടെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിന്നു. എന്നിട്ടും അന്വേഷണം തീരുന്നില്ല. ഉദ്വേഗത്തോടെ അദ്ദേഹം പുസ്തകത്തിൽ തപ്പുകയാണ്. അന്വേഷിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞ് ഇവർ രണ്ടും പറഞ്ഞു, നമുക്ക് വിളിച്ചു പറയാം. ഉടനെ ഇവരെ പറഞ്ഞു, എക്സ്ക്യൂസസ് ലിവിങ്സ്റ്റൺ, വിച്ച് വേഴ്സ് ആർ യു സെർച്ചിങ്? വി ഹാവ് ദ കൺകോർഡൻസ് വിത്ത് us. ഏത് വാക്യമാ അന്വേഷിക്കുന്നത്? ഞങ്ങളുടെ കയ്യിൽ ഒത്തുവാക്യ പുസ്തകമുണ്ട്, കൺകോർഡൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം പുസ്തകത്തിൽ നിന്ന് കണ്ണുയർത്തി ആ ചെറുപ്പക്കാരെ നോക്കിയിട്ട് പുസ്തകത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, നോ നോ, ഐ ആം നോട്ട് ലുക്കിംഗ് ഫോർ any specific verse. I am diligently searching through the scriptures to see if I can do anything more to show my love for the Lord. ഞാനൊരു വാക്യം തപ്പുകയല്ല, എനിക്ക് എന്റെ പ്രാണപ്രിയനോടുള്ള സ്നേഹം വെളിപ്പെടുത്താൻ എനിക്ക് എന്തെങ്കിലും കൂടെ ചെയ്യാൻ കഴിയുമോ എന്ന് ഞാൻ അന്വേഷിക്കുകയാണ്. സഹോദരങ്ങളെ, ഇത് പറയാൻ എനിക്ക് യോഗ്യതയില്ല. പക്ഷെ കർത്താവിനറിയാം, എന്റെ കർത്താവിനുള്ള സ്നേഹം വെളിപ്പെടുത്താൻ എനിക്ക് എന്തെങ്കിലും കൂടെ ചെയ്യാൻ കഴിയുമെങ്കിൽ അതിൽ നിന്ന് സ്തോത്രം പിന്മാറുവാൻ ഞാൻ ഒരിക്കലും താല്പര്യപ്പെടുന്നില്ല. സ്തോത്രം. നിങ്ങൾക്ക് കർത്താവിനുള്ള സ്നേഹം വെളിപ്പെടുത്താൻ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അന്വേഷിക്കുന്ന ഒരു ഹൃദയമാണ് ഉണ്ടാകേണ്ടത്. വാട്ട് മോർ ക്യാൻ ഐ ഡു? നമ്മളോ സ്തോത്രം ഏത് മിനിമം പരിപാടി കൊണ്ടങ്ങ് കയറാം. സ്തോത്രം. ആ ഒരു ശരീരത്തിലെ അംഗമാകാൻ, ഒരു ശരീരത്തിലെ അവയവങ്ങളായി ചേർന്നിരിക്കുവാൻ, ക്രിസ്തുവിൽ ഒരു ശരീരമായി, ഒരു കെട്ടിടമായി, സ്തോത്രം, ഒരു മരത്തിന്റെ ശിഖരങ്ങളായി, ഒരു വീട്ടിലെ അംഗങ്ങളായി കർത്താവിനോടുകൂടി സ്തോത്രം മണവാട്ടിയായി ആ ശിരസിന്റെ ശരീരമായിരിക്കുവാൻ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയും. അതെ, സ്തോത്രം. എന്റെ കർത്താവ് ഇവിടെ വന്നു, ദൈവപുത്രൻ മനുഷ്യപുത്രനായി വന്നത് മനുഷ്യപുത്രന്മാരായ നമ്മളെ ദൈവപുത്രന്മാരാക്കുവാനാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവകുടുംബത്തിലേക്ക് നമ്മളെ ദത്തെടുക്കാനാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് ആദ്യം പറയുന്നു, തന്റെ ഏകജാതനായ പുത്രൻ. ഏകജാതൻ. കുറച്ച് കഴിയുമ്പോൾ എബ്രായർ 1:6 പറയുമ്പോൾ ആദ്യജാതൻ. ഏകജാതൻ ആദ്യജാതനാകണമെങ്കിൽ ആ വീട്ടിൽ കുറച്ച് മക്കളും കൂടെ വരണം. അപ്പന്റെ ഹിതമറിഞ്ഞ്, അപ്പനെ സ്നേഹിച്ച്, ഈ കുടുംബത്തിന് യോഗ്യമായ, ദൈവ കുടുംബത്തിന് യോഗ്യമായ ഒരു ജീവിതചര്യ സ്വീകരിക്കുവാൻ നമുക്ക് മനസ്സുണ്ടോ? സ്തോത്രം. ആയിത്തീരുക അനാദി നിർണയം. ഈ വിഷയത്തോട് നീതി പാലിച്ചതിൽ എല്ലാ പരിമിതികളുടെയും നടുവിൽ എൻ്റെ മനസ്സിലിരിക്കുന്ന ഒക്കെ കുറച്ചൊക്കെ നിങ്ങളോട് പറയാൻ ഞാൻ ശ്രമിക്കുകയായിരുന്നു എന്ന് ദൈവത്തിനറിയാം. അതിലേതെങ്കിലും ഭാഗം ഇനിയും കൂടുതൽ വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ പറഞ്ഞു തരുവാൻ സന്തോഷമാണ്. സ്തോത്രം. ആട്ടെ, എൻ്റെ വാക്ക് ഞാനിവിടെ നിർത്തട്ടെ.
ഇതിനു മുൻപാകെ നമുക്ക് എന്ത് പറയുവാനുണ്ട്? സ്തോത്രം. What would you have to say? What would you say to the Lord? സ്തോത്രം. നമ്മൾ കണ്ണുകൾ ഒരു നിമിഷം ഒന്ന് അടയ്ക്കാം. നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ഈ ജീവിതം താൽക്കാലികമാണ്. നമ്മളിവിടെ അന്യരും പരദേശികളാണ്, അബുദാബിയിൽ മാത്രമല്ല ലോകത്തിലും. ഹല്ലേലൂയ. കർത്താവ് നമ്മെ തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചത് വലിയൊരു ഉദ്ദേശത്തോടു കൂടെയാണ്. അവന്റെ മണവാട്ടിയാക്കി നമ്മെ രൂപപ്പെടുത്തുവാൻ. അംഗങ്ങളാകുവാൻ, അവന്റെ ശരീരത്തിലെ അവയവങ്ങളാകുവാൻ, അവന്റെ അവകാശികളാകുവാൻ. സ്തോത്രം. അവന്റെ മഹത്വം വെളിപ്പെടുത്തിക്കൊണ്ട് അവന്റെ സാക്ഷികളായി നിലകൊള്ളുവാൻ ദൈവം നമ്മെ മുൻകണ്ട് തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. കർത്താവേ, ഞാൻ നിന്നെ എങ്ങനെ പ്രസാദിപ്പിക്കണം? അടിയന് അങ്ങയോടുള്ള സ്നേഹം വെളിപ്പെടുവാൻ ഞാൻ എന്തോ സ്നേഹം വെളിപ്പെടുത്തേണ്ടതിന് അവസാനത്തുള്ള രക്തവും അടിയൻ അങ്ങയോടുള്ള സ്നേഹം വെളിപ്പെടുത്തുവാൻ എൻ്റെ അവസാന ശ്വാസം വരെ എൻ്റെ മുഴു ജീവിതവും മുഴുവാളത്വവും ദേഹം ദേഹി ആത്മാ മുഴുവാളത്വവുമായി അങ്ങയുടെ മഹത്വത്തിനായി ഞാൻ സമർപ്പിക്കുന്നു. നമുക്കൊരു സമർപ്പണം എടുക്കാം. സ്തോത്രം. ഈ 17 ദിവസങ്ങൾ ഞാൻ ദൈവത്തിന്റെ വചനത്തിൽ നിങ്ങളോട് സംസാരിച്ചു. ഹല്ലേലൂയ. കർത്താവിനെ അവരെ ഇതുവരെ വൈകിയതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് അവന്റെ സന്നിധിയിൽ ഇരിക്കുവാൻ അവസരമുണ്ട്. നമ്മളെപ്പോലെ ഈ പട്ടണത്തിൽ നാട്ടിൽ നിന്ന് വന്നവർ തന്നെ ആയിരക്കണക്കിന് ആളുകൾ സത്യവചനം അറിയാതെ നിത്യജീവനിൽ നിന്ന് അകന്ന് നാശത്തിനു വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് നമ്മുടെ മനസ്സിൽ അവരെക്കുറിച്ചൊരു അനുതാപവും ഒരു ഭാരവും ഒരു കരുതലുമില്ലേ? അവരുടെ മുമ്പിൽ സുവിശേഷത്തിന് വാക്കുകൾ കൊണ്ടും ജീവിതം കൊണ്ടും സാക്ഷികളാകുവാൻ ഇന്ന് രാത്രി നമ്മളെ സമർപ്പിക്കുമോ? കർത്താവേ, അങ്ങയോടുള്ള സ്നേഹം, ആ സ്നേഹം വെളിപ്പെടുത്തുവാൻ ഞാൻ എന്തു വേണം? ആ സമ്പൂർണമായി തങ്ങളെ സമർപ്പിക്കുന്നവർക്ക് വേണ്ടി സ്തോത്രം. ഒരു വാക്ക് പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കർത്താവിന്റെ ദാസന്മാർ ഈ യോഗം അവസാനിപ്പിക്കുകയും പ്രാർത്ഥന അവസാനിപ്പിക്കുകയും എനിക്ക് നിങ്ങൾക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കണമെന്ന് എൻ്റെ ഹൃദയത്തിൽ താല്പര്യമുണ്ട്. നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നത് സ്തോത്രം, കുഞ്ഞാടിന്റെ രക്തമുഖാന്തരവും സാക്ഷിന് വചനത്താലും സാത്താനെ ജയിച്ചു എന്നാണ്. അതുകൊണ്ട് സ്തോത്രം, കുഞ്ഞാടിന്റെ രക്തം നമുക്ക് വേണ്ടിയുണ്ട്. അത് സാക്ഷിന് വചനത്താൽ ഏറ്റു പറയുവാൻ ദൈവസന്നിധിയിൽ ഒരു പുതിയ സമർപ്പണവും ഒരു പുതിയ തീരുമാനവും എടുത്ത് കർത്താവിനായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ നിങ്ങളിൽ ആരെങ്കിലും ഏതെങ്കിലും മണ്ഡലത്തിൽ കർത്താവിനായി ഒരു പുതിയ സമർപ്പണം ദൈവസന്നിധിയിൽ എടുത്തെങ്കിൽ സ്തോത്രം, അത് സാക്ഷിന് വചനത്താൽ അത് വെളിപ്പെടുത്തും. ദൈവസന്നിധിയിൽ സാത്താന്റെ മേൽ ജയമുണ്ടാകുവാൻ സ്തോത്രം ഉപകരിക്കും എന്ന് തിരുവെഴുത്ത് പറയുന്നതിനാൽ നിങ്ങൾ ഹൃദയം തുറന്ന് ദൈവത്തോടൊന്ന് പറഞ്ഞാട്ടെ, കർത്താവേ, ഞാൻ ഇന്ന മണ്ഡലത്തിൽ ഇന്ന കാര്യത്തിൽ ഹല്ലേലൂയ അങ്ങയുടെ സാക്ഷിയാകാൻ, എനിക്ക് അങ്ങനെയുള്ള സ്നേഹം വെളിപ്പെടുത്താൻ, അങ്ങയുടെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ, ഹല്ലേലൂയ മുൻ നിയമിച്ച ആ സഭയിൽ ആ മണവാട്ടിയിൽ ഒരു എളിയ അവയവമെങ്കിലുമായി തീരുവാൻ ഞാൻ ഇന്ന കാര്യത്തിൽ നിന്ന് തീരുമാനമെടുക്കും. അങ്ങ് തന്നെ സഹായിക്കും. ദിവസത്തിൽ പ്രാർത്ഥിച്ചാട്ട് നിങ്ങളുടെ വാക്കുകളുടെ ശബ്ദം ദൈവം കേൾക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ദൈവസന്നിധിയിൽ ഏതെങ്കിലും പ്രത്യേക വിഷയത്തെക്കുറിച്ച് സമർപ്പിച്ച് തീരുമാനമെടുത്ത പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട്. സ്തോത്രം. അങ്ങനെ പ്രാർത്ഥന അപേക്ഷിക്കുന്ന താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ തങ്ങൾ വലതുകരമൊന്ന് ഉയർത്തിയാൽ അതൊരു സാക്ഷ്യമായിരിക്കുമല്ലോ. ഞങ്ങൾ പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് വേണ്ടി. സ്തോത്രം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. പുട്ട് ഓൺ യുവർ ഹാൻഡ്സ്. സ്തോത്രം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പുട്ട് ഓൺ യുവർ ഹാൻഡ്സ്. പുട്ട് ഓൺ യുവർ ഹാൻഡ്സ്. കയ്യിൽ താഴ്ത്തിയിട്ടുണ്ട്. ആരെങ്കിലും ഉണ്ടോ? സ്തോത്രം. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. പ്രാർത്ഥിക്കാം.
സ്തോത്രം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എൻ്റെ കർത്താവേ, ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഇത്രയും അങ്ങയുടെ തിരുവചനത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് ചിന്തിക്കുവാൻ അവിടെ നിന്ന് അവസരം തന്നല്ലോ. ഈ പ്രിയ ഭവനം ഇതിനായി തുറന്നതിനാൽ സ്തോത്രം. കർത്താവേ, ഞങ്ങൾക്ക് അനുകൂലമല്ലാത്ത ഈ രാജ്യത്ത് കർത്താവേ, ശത്രു കാണാതെ വണ്ണം ഈ ദിവസങ്ങൾ ഇത്രയും യോഗങ്ങൾ നടക്കുവാൻ തിരുമേനി സഹായിച്ചതിനാൽ സ്തോത്രം. സ്തോത്രം. അങ്ങയുടെ കൃപയ്ക്കായും കരുണയ്ക്കായും സ്തോത്രം. കർത്താവ്, ഈ 17 ദിവസവും ബദ്ധപ്പാടുകളുടെ നടുവിൽ സമയം വേർതിരിച്ച് നിന്റെ വചനത്തെ സ്നേഹിച്ച് തിരുമേനിയെ സ്നേഹിച്ച് ഇവിടെ കടന്നു വന്ന ഞങ്ങളുടെ പ്രിയ മക്കളുണ്ട്. അവരുടെ സമർപ്പണവും അവരുടെ താല്പര്യവും തിരുമേനി ആദരിക്കണം. തിരുമേനി അവരെ അനുഗ്രഹിക്കണം. ഇന്ന് രാത്രി പ്രത്യേക വിഷയങ്ങളിൽ തിരുമേനിയുടെ തിരുമുമ്പിൽ തീരുമാനങ്ങളും സമർപ്പണവും എടുത്ത പ്രിയപ്പെട്ടവരിവിടെ ഉണ്ട്. തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അവരെ കർത്താവേ സ്തോത്രം അത് പരസ്യമായി അവരെ അറിയിച്ച പ്രിയപ്പെട്ടവരുണ്ട്. ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വിശേഷാൽ ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങൾ, സഹോദരിമാർ, തിരുമേനി അവരോട് കരുണ കാണിക്കുകയും അവരുടെ ഉയർന്ന കരങ്ങളെ അങ്ങും തന്നെ പിടിച്ചുകൊള്ളുകയും ചെയ്യണം. കർത്താവേ, ഞങ്ങൾ ബലഹീനരാണ്, അങ്ങ് കൈപിടിച്ച് നടത്തിയെങ്കിലേ മതിയാവൂ. തിരുമേനിയുടെ കൃപ അവരുടെ മേലുണ്ടാകണം. കുടുംബമായി വ്യക്തികളായി അവരെ അനുഗ്രഹിക്കണം. തിരുമേനിയുടെ കൃപ സ്തോത്രം അവരനുദിനവും അനുഭവിക്കുവാൻ തിരുമേനി അവരിൽ പ്രസാദിക്കണമേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ ഈ ഭവനവും ഒരുങ്ങിയതിനാൽ സ്തോത്രം അവരെയും തിരുമേനി അനുഗ്രഹിക്കണം. ഇന്ന് രാത്രി തിരുസൽ തലവണക്കിരിക്കണം പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണം. സ്തോത്രം. കർത്താവേ, അടിയങ്ങൾ തിരുസലിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അദൃശ്യമായ അങ്ങയുടെ അനുഗ്രഹത്തിന്റെ കരങ്ങൾ അടിയങ്ങൾ ഓരോരുത്തരുടെ മേലും വെച്ച് നിറച്ച് അങ്ങയുടെ അനുഗ്രഹത്തോടെ അയക്കണമേ. അങ്ങയുടെ കരങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. വിശേഷാൽ പ്രാർത്ഥന അപേക്ഷിച്ചവരെ ഏൽപ്പിക്കുന്നു. ഞങ്ങൾ ആരും നഷ്ടപ്പെട്ടു പോകാതെ ഞങ്ങളെല്ലാവരും നിത്യത്തിൽ കാണുവാൻ ഇടയാക്കണം. സ്തോത്രം, സ്തോത്രം. അങ്ങയുടെ വരവ് വരെ ഈ ദേശത്ത് അങ്ങയുടെ വചനം അറിയിക്കുവാൻ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തരണം. ഞങ്ങളുടെ സഹോദരങ്ങളായി ഈ ദേശത്തുള്ള അനേകരുണ്ട്. അവരോട് വല്ല വിധേയനെയും നിന്റെ സ്നേഹം കാണിച്ചു കൊടുക്കുവാൻ ഞങ്ങളുടെ ജീവിതം കൊണ്ടും ഞങ്ങളുടെ വാക്കുകൾ കൊണ്ടും ഞങ്ങളെ ഏൽപ്പിക്കുന്നു. അതിനിവിടെ പാർത്ത് സ്തോത്രം തിരുമേനിയുടെ സാക്ഷികളായി നിൽക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങൾ എല്ലാവർക്കും അതിനുള്ള കൃപ കൊടുക്കണം. മഹത്വം അങ്ങെടുക്കണം. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ പ്രിയ പിതാവേ, ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വന്ദനം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.